ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 314. നമ്മൾ ഇന്ന് പുതിയൊരു ഉപനിഷത്തിലേക്ക് കടക്കുകയാണ്. ഐതരേയോപനിഷത്ത് 61ാമത്തെ ഉപനിഷത്തായിട്ട് ഐതരേയോപനിഷത്താണ് എടുക്കുന്നത്. അതിൽ അധ്യായം 1 ഖണ്ഡം 1 1 മുതലുള്ള മന്ത്രങ്ങളാണ്. അപ്പം നമുക്കതിൽ നേരിട്ട് കടക്കാം. ഒന്നിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ, കാണാനും കേൾക്കാനും കഴിയുന്ന ഈ ജഡചേതനാമയമായ ജഗത്ത്, നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം, അത് ജഡവും ചേതനയും ചേർന്നതെല്ലാം കൂടിയതാണ്. അത് മായയിൽ അകപ്പെട്ടതാണ്. മായാമയമായ ജഗത്ത് ഉണ്ടാകുന്നതിന് മുമ്പ്, ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ്, അത് തന്നെയാണ് ശാസ്ത്രലോകം അന്വേഷിക്കുന്നത്. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ? അപ്പോൾ ആദ്യമുള്ളത് അത് കാരണമായി തീർന്ന ഏകമാത്രമായ പരമേശ്വരൻ അല്ലെങ്കിൽ പരമാത്മാവ്, അത് ഏകനായിരുന്നു. അപ്പം പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഏതോ ഒന്നുണ്ടായിരുന്നു. അതിനാണ് പരമാത്മാവ് അല്ലെങ്കിൽ പരമേശ്വരൻ എന്നെല്ലാം പറയുന്നത്. ബ്രഹ്മം എന്ന് ചുരുക്കി പറയാം. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഭിന്ന ഭിന്ന നാമരൂപികളായ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പല പേരിലുള്ള പലതായി തീർന്നപ്പോഴാണ് ഓരോന്നിനും ഓരോ പേര് കൊടുക്കേണ്ടി വന്നു. ഒന്നിനാണെങ്കിൽ ആ ബ്രഹ്മം, ഇവിടെ പലതാകുമ്പോൾ ഓരോന്നിന് പേര് കൊടുത്തു. ആ ഒന്നിൽ നിന്നാണ് പല പേരുകളിലുള്ള ഭിന്ന ഭിന്നമായ നാമരൂപികളായ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഏകനാണ്. അപ്പം അതാണ് ഈശ്വരൻ. ഈശ്വരൻ അപ്പം ഏകനാണ്. അപ്പോൾ അദ്ദേഹമല്ലാതെ പ്രവർത്തിക്കുന്ന ആരുമില്ലായിരുന്നു. അപ്പോൾ അവിടെ പ്രവർത്തിക്കാനും ആരുമില്ല. ഒരു ശക്തിയും അതിൻ്റെ പുറത്തില്ല, ആ ബ്രഹ്മമല്ലാതെ. സൃഷ്ടിയുടെ ആദിയിൽ ആ പരമേശ്വരൻ ചിന്തിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ ബ്രഹ്മത്തിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത്. അപ്പൊ അത് ചിന്തിച്ചു എന്ന് പറയുകയാണ്. ചിന്ത എന്ന് പറയുന്നത് അതൊരു രൂപമൊന്നുമില്ലാത്ത സാധനത്തിനും ചിന്തയുണ്ട്. ചിന്ത എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഒരു പുതിയതിലേക്ക് എന്തോ ഒരു ആശയം, ഐഡിയ വരുന്നതിനാണ് ചിന്ത എന്ന് പറയുന്നത്. അതിന് മനുഷ്യന്റെ രൂപമൊന്നും ഉണ്ടാകണമെന്നൊന്നുമില്ല. അതിന് തോന്നി. അത് എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യര് പട്ടി പൂച്ച എന്നെല്ലാം ചിന്തിച്ചു പോകുന്നു. അതൊന്നും അർത്ഥമൊന്നുമില്ല. അത് എന്ന് പറഞ്ഞാൽ എന്തോ ഒന്ന്, അതെന്താണ്? ആ ബ്രഹ്മമാണ്. ചിന്തിച്ചു എന്ന് പറഞ്ഞാൽ അതിനൊരു സങ്കല്പമുണ്ടായി, ഒരു പ്രപഞ്ചം ഉണ്ടാകണമെന്ന്. അപ്പം ഈ ചിന്തിക്കാൻ മനുഷ്യർക്ക് മാത്രമല്ല കഴിവ്. നമ്മൾ മനുഷ്യരായോണ്ടാണ് ചിന്തിക്കുന്നതല്ല മനുഷ്യർ എന്ന് ചിന്തിക്കുന്നത്. അങ്ങനെയൊന്നല്ല. അതൊരു ശക്തിയാണ്, ഒരു പ്രേരക ശക്തിയാണ് ചിന്ത. അപ്പൊ അതിലൊരു പ്രേരക ശക്തി ഉത്ഭവിക്കുന്നു, ഒരു പ്രപഞ്ചമായി മാറണമെന്ന്. അപ്പൊ നമുക്കറിയാലോ, ആദ്യം അതേ ഉള്ളൂ. അതിലൊരു പ്രേരക ശക്തി ഉണ്ടാവുന്നുണ്ട്. ആ പരമേശ്വരൻ ചിന്തിച്ചു. എന്താണ് ചിന്തിച്ചത്? ജീവികൾക്ക് കർമ്മഫലം അനുഭവിക്കുന്നതിനായി ഭിന്നങ്ങളായ ലോകങ്ങളെ ഞാൻ സൃഷ്ടിക്കും. അപ്പോൾ അത് ജീവികളെ സൃഷ്ടിക്കാൻ പോലും തീരുമാനിച്ചു. ജീവനില്ലാത്ത വസ്തുക്കളെ മാത്രമല്ല, ആദ്യം ജീവനില്ലാത്ത വസ്തുക്കളെയും അതിൻ്റെ ശേഷം ജീവനുള്ള വസ്തുക്കളെ സൃഷ്ടിക്കണം. എന്നിട്ട് അവരെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കണം. കർമ്മം ചെയ്തിട്ട് അതിൻ്റെ ഫലം അവരെ കൊണ്ട് അനുഭവിക്കണം. ഇതാണ് അത് സങ്കല്പിച്ചത്. അതായത് ജീവജാലങ്ങളെ, മനുഷ്യരെല്ലാം സൃഷ്ടിക്കണം, അവരെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കണം. ആ കർമ്മത്തിൻ്റെ ഫലം, നല്ല കർമ്മമാണെങ്കിൽ നല്ല ഫലം, മോശം കർമ്മമാണെങ്കിൽ മോശം ഫലം. കർമ്മഫലത്തെ പറ്റി ഒന്നും ചിന്തിക്കേണ്ടത്. എന്ത് നല്ല കർമ്മമായാലും കർമ്മഫലം ചിലപ്പോൾ നല്ലതോ മോശമോ ആവും. അതിൻ്റെ ഫലം അവരെ കൊണ്ട് തന്നെ അനുഭവിക്കണം. ഇതാണ് അതിൻ്റെ ഒരു സങ്കല്പം. ഒരു പ്രപഞ്ചം ഉണ്ടാക്കണം, ജീവജാലങ്ങളെ സൃഷ്ടിക്കണം, കർമ്മം ചെയ്യണം, അവരെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കണം, എന്നിട്ട് ഫലം അവരെ കൊണ്ട് അനുഭവിപ്പിക്കണം. അതിന് ഭിന്നങ്ങളായ ലോകങ്ങളെ, അത് ഒറ്റത്തരത്തിലുള്ള അല്ല, പലതരത്തിലുള്ളതിനെ സൃഷ്ടിച്ചിട്ട് പലതരം കർമ്മങ്ങൾ ചെയ്യിച്ച് അവരെ കൊണ്ട് അതിൻ്റെ ഫലം അനുഭവിക്കണം. ഇതാണ് അതിൻ്റെ സങ്കല്പം.
അപ്പൊ ആദ്യം എന്ത് വേണം? ലോകം സൃഷ്ടിക്കണം. അപ്പൊ രണ്ടിലെന്ത് പറയുന്നു? അങ്ങനെ അത് അമ്പസ്, മരീചി, മരം, ജലം ഇവ സൃഷ്ടിച്ചു. അമ്പസ് എന്ന് പറയുന്നത് നമ്മളെ 7 ലോകമുണ്ട്. 7 ലോകത്തില് നമ്മളെ സൂര്യനും സൂര്യന്റെ പരിധിയിൽ വരുന്ന നമ്മൾ ഈ കാണുന്നതെല്ലാം കൂടിയതാണ് അമ്പസ്. അതായത് അതിന്റെ മുകളിലാണ് എന്തുള്ളത്? മഹർലോകം, ജനലോകം, തപലോകം, സത്യലോകം ഉള്ളത്. അതിന്റെ മുകളില് ആയിട്ടാണ് മഹർലോകം, ജനലോകം, തപലോകം, സത്യലോകങ്ങൾ ഉള്ളത്. അപ്പൊ അതിന്റെ താഴത്തുള്ളതാണ്, അതിനാണ് അമ്പസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലോകത്തിന്റെ പുറത്തുള്ള മഹർലോകം, ജനലോകം, തപലോകം, സത്യലോകം, 4 ലോകങ്ങൾ. ആകെ 7 ലോകങ്ങളാണല്ലോ മുകളില്. അതിനാണ് ദ്വിലോകം എന്ന് പറയുന്നത്. നമ്മളെ താഴത്തുള്ളത് ഒരു ലോകം, അത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട, നമുക്ക് കാണുന്ന ആകാശത്തില് എല്ലാം കാണുന്ന നക്ഷത്ര കൂട്ടായ്മകളും എല്ലാം കൂടിയ, അതായത് വേണമെങ്കിൽ നമുക്ക് നമ്മളുള്ള മരുത്തുക്കൾ 49 മരുത്തുണ്ടല്ലോ, അതിൽ ഒരു മരുത്തിലാണല്ലോ നമ്മളുള്ളത്, അതായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ നമ്മളെ ലോകം. അതിന് പുറത്തുള്ള ബാക്കി 48 ലോകങ്ങൾ, അതിലാണ് എന്തുള്ളത്? മഹർലോകം, ജനലോകം, തപലോകം, സത്യലോകമുള്ളത്. അവക്കാണ് അമ്പസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു നമ്മളെ ലോകവുമായിട്ട് സൃഷ്ടിച്ചു. ജീവജാലങ്ങൾക്ക് വേണ്ടിയാണല്ലോ, ജീവജാലങ്ങളുടെ ലോകം. അത് നമ്മൾ താമസിക്കാൻ ഭൂമിയും മുകളിലുള്ള ആകാശവും അന്തരീക്ഷവും സൂര്യനും നക്ഷത്രങ്ങളും എല്ലാം കൂടിയത്. അതിൻ്റെ പുറത്തുള്ള ലോകവും ഉണ്ട്. അതിനെയാണ് അമ്പസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് താഴെയാണ് അന്തരീക്ഷ ലോകം സ്ഥിതി ചെയ്യുന്നത്. അന്തരീക്ഷ ലോകത്തിലാണ് എന്തെല്ലാം ഉള്ളത്? നമ്മുടെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾ, അങ്ങനെ പ്രകാശമെല്ലാം പുറത്തേക്ക് വിടുന്ന തരത്തിലുള്ള നക്ഷത്രങ്ങളെല്ലാം കിരണങ്ങളോട് കൂടിയവ. ഇതിനാണ് മരീചി എന്ന് പറയുന്നത്. അപ്പം മുകളിലുള്ളതിൻ്റെ നേരെ താഴത്തുള്ള അന്തരീക്ഷത്തിലുള്ള സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം പ്രഭ ചൊരിയുന്നതാണ്. അതിനെയാണ് മരീചി എന്ന് പറയുന്നത്. അതിന് താഴെ പൃഥ്വിലോകം സൃഷ്ടിച്ചു. ഭൂമി ലോകം, അതായത് നമ്മുടെ ലോകം, നമ്മൾ താമസിക്കുന്ന സ്ഥലം, പൃഥ്വിലോകം. അത് മൃത്യുലോകമാണ്. കാരണം ജനന മരണമെല്ലാം, ജീവജാലങ്ങളുടെ ജനന മരണമെല്ലാം ഇവിടെയാണ് നടക്കുന്നത്. അതുകൊണ്ട് അതിന് മൃത്യുലോകം എന്ന് പറയുന്നു. അത് മരം എന്ന പേരിലും അറിയപ്പെടുന്നു. പൃഥ്വിന്റെ അടിയിലായിട്ട് പാതാള ലോകം, അതായത് ഭൂമിക്കടിയിലുള്ള മണ്ണും അതിന്റെ ശേഷം ആറ്റങ്ങൾ എന്നെല്ലാം പറയുന്നുണ്ടല്ലോ, അതിനാണ് ആപ്പ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ജലം എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഇവയായിട്ട് പലതായിട്ട് പരമാത്മാവ് സൃഷ്ടിച്ചു. അതായത് ആദ്യം പ്രപഞ്ചം സൃഷ്ടിച്ചു, ഭൂമി ഉണ്ടാക്കി, ഭൂമിയുടെ അടിയിലുള്ള മണ്ണെല്ലാം പാതാളം, മുകളിലുള്ളതും രണ്ടായിട്ടെല്ലാം തിരിച്ചു. നമ്മളെ പരിധിയിൽ വരുന്ന ലോകവും അതിൻ്റെ അപ്പുറത്തുള്ള ലോകവും, അങ്ങനെ ഒരു 4ആയിട്ട് തിരിച്ചു. ഇനി 3 ഇത് സൃഷ്ടിച്ച ശേഷം പരമാത്മാവ് ചിന്തിച്ചു, ഇനി ഇവയെ സംരക്ഷിക്കുന്നതിനുള്ള ലോകപാലകരെ സൃഷ്ടിക്കണം. ഇതിനെ ഇനി സംരക്ഷിക്കണമല്ലോ, അതിന് ലോകപാലകരെ സൃഷ്ടിക്കണം. ലോകപാലകർ ഏതിലൂടെയാണ് വന്നത്? അപ്പോഴാണ് ലോകപാലകർ എന്ന് പറയുമ്പോൾ അതെല്ലാം അണ്ഡത്തിലൂടെയാണ് വരുന്നത്. അതിനായി ജലം മുതലായ പഞ്ചമഹാഭൂതങ്ങളുടെ സൂക്ഷ്മരൂപത്തെ ഹിരണ്യമയ പുരുഷനെ പുറത്തെടുത്തു. ഹിരണ്യമയമായ പുരുഷനെ പുറത്തെടുത്തു. അതിനെ അംഗോപാസനങ്ങളാലാക്കി. ഇതുതന്നെ പ്രതിമ രൂപത്തിലാക്കി മാറ്റി. അതിനെ പ്രതിമ രൂപത്തിലാക്കി മാറ്റി. അപ്പോൾ അത് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ജീവജാലങ്ങളെ സൃഷ്ടിക്കണമല്ലോ. ജീവജാലങ്ങളെല്ലാം ഉണ്ടാകുന്നത് അണ്ഡത്തിൽ നിന്നാണ്.
അതിനിവിടെ ഹിരണ്യഗർഭം എന്നെല്ലാം പറയാം. ഒരു ചെറിയ ബിന്ദുവിൽ പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മതത്വം ഉപയോഗിച്ച്, പഞ്ചഭൂതങ്ങളെ കൊണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മതത്വങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ആ ഹിരണ്യഗർഭം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം പ്രമോദിനെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ പ്രമോദിന്റെ ആദ്യം എന്താണ്? ഒരു ജനിതഘടന, അണ്ടവും ബീജവും കൂടി ചേർന്നിട്ടുള്ള ഒരു ചെറിയൊരു, അതാണ് ഹിരണ്യഗർഭം. എൻ്റെ തുടക്കം അതിൽ നിന്നാണ്. കോഴിയുടേത് കോഴി മുട്ടയിൽ നിന്നാണ്. ആ മുട്ടയിൽ തന്നെ ഒരു കേന്ദ്രത്തിലാണ് അതിൻ്റെ ജനിതക ഘടനയുള്ളത്. ഒരു വിത്തിലാണെങ്കിൽ വിത്ത് മുഴുവൻ അതിൻ്റെ ഭക്ഷണമാണ്. അതിൻ്റെ ആ മുട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് അതിൻ്റെ മുളക്കുന്ന ആ അതിനാണ് നമ്മൾ ഇന്ന് ജനിതക ഘടന എന്ന് പറയുന്നത്. ജനിതക ഘടന എന്ന് പറഞ്ഞത് ഒരു പ്ലാനാണ്. അതാണ് ഹിരണ്യഗർഭനായിട്ട് വരുന്നത്. ആ പ്ലാനാണ് വികസിച്ച് വരുന്നത്. ഏതുപോലെ എന്നാൽ നമ്മളൊരു വീട് വെക്കുമ്പോൾ ആദ്യം ഒരു പ്ലാന് വരക്കും. ആ പ്ലാനിൽ ആ വീടിന്റെ എല്ലാം ഉണ്ടോ, പഞ്ചഭൂതങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ പഞ്ചഭൂതങ്ങളെല്ലാം ഉണ്ട്. ഇപ്പം പ്ലാനിൽ കല്ലുണ്ടോ എന്ന്, വീട് നിർമ്മിക്കുന്ന കല്ല് കൊണ്ടല്ലേ, പഞ്ചഭൂതങ്ങളെ കൊണ്ടല്ലേ. കല്ലുണ്ടോ എന്ന് ചോദിച്ചാൽ വീട്ടിൽ കല്ലുണ്ട്. ഈ പ്ലാനിൽ കല്ലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷെ എങ്ങനെയുണ്ടാവുക? കല്ലിന്റെ സൂക്ഷ്മ രൂപത്തിലാണ് വരച്ചു വെച്ചിരിക്കുന്നത്. എങ്ങനെ? ഒരു വര. അത് ചുമരാണ്. വീട്ടിന്റെ പ്ലാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വീട്ടിന്റെ പ്ലാനിൽ ചുമര് എന്ന് പറയുന്നിടത്ത് കല്ലുണ്ടോ? കല്ലില്ല, ഒരു വരയാണുള്ളത്. പക്ഷെ ആ വര ഏതിൻ്റെ സൂക്ഷ്മരൂപമാണ്? കല്ലിൻ്റെ സൂക്ഷ്മരൂപമാണ്. അതുപോലെ പഞ്ചഭൂതങ്ങളുടെ കൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നെങ്കിലും അതിൻ്റെ സൂക്ഷ്മരൂപമായ രൂപത്തിലാണ് അത് വരച്ചു വെച്ചിരിക്കുന്നത്. അതാണ് ഹിരണ്യഗർഭൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വീട്ടിൻ്റെ പ്ലാന് പോലെയാണ്. നമ്മൾ ഈ മൂക്ക് എന്ന് പറയുന്നതിൻ്റെ ഷേപ്പ് ആ ജനികഘടനയിലുള്ള ഒരു കമ്പ് വരെയുള്ള ഒരു വര തിരിഞ്ഞോ മറിഞ്ഞോ കിടക്കുന്ന അനുസരിച്ച് ആ മൂക്കിന്റെ വണ്ണവും വലുപ്പവും എല്ലാം തീരുമാനിക്കുന്നത്. വീട്ടിന്റെ മതില്, നമ്മളൊരു വീട്ടിന്റെ പ്ലാന് എന്ന് പറയുമ്പോൾ ഒരു വരയാണെങ്കിൽ ചിലപ്പോൾ 4 ഇഞ്ച് കെട്ടാണ്. അല്ല, എത്രയാത്? 2 കല്ല് വെച്ചിട്ടല്ലേ കിട്ടുക. അപ്പോൾ ഒരു വര. ഒരു കല്ല് വെച്ചാണെങ്കിൽ, അല്ല 2 വര. ഒരു വര വെച്ചാണെങ്കിൽ ഒരു വര. 2 കല്ല് വണ്ടിക്ക് 2 വര. അങ്ങനെയൊന്നും വരക്കില്ല പ്ലാനിൽ. ഞാൻ പറയുന്നത്, അപ്പൊ ഇതെല്ലാം ആ പ്ലാനില് സൂക്ഷ്മ രൂപത്തിലാണ് വരച്ചിരിക്കുന്നത്. അപ്പം കല്ലുണ്ടോ എന്ന് ചോദിച്ചാൽ കല്ലുണ്ട്, പക്ഷെ അവിടെ അതിന്റെ സൂക്ഷ്മ രൂപമായിട്ട് വരയായിട്ടാണ് ഉണ്ടാവുക. ജനലെല്ലാം വരക്കുന്ന കണ്ടിട്ടില്ല? ഇങ്ങനെ 2 വര വരച്ചിട്ട് ഇങ്ങനെ ഒരു 2 വരയെല്ലാം നടുവിലൂട്ടിയെല്ലാം വരക്കും. അത് ജനലാണ്. എന്നാ ജനല് മരം കൊണ്ടാണോ അത് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അല്ല. അപ്പൊ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിക്കുന്ന ആ സംഗതിയുടെ, പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മരൂപത്തില് ഹിരണ്യഗർഭനെ അതിനെ അംഗോപാംഗങ്ങളാൽ ഉണ്ടാക്കി. അതിന്റെ എല്ലാ അവയവങ്ങളും അതിൻ്റെ അകത്ത് വരച്ചു വെച്ചിട്ടുണ്ട്. നമ്മളെ ജനിതഘടനയിൽ ഈ മൂക്കുവാരിയോ കണ്ണുവാരിയോ ഒന്നുമില്ല, പക്ഷെ അതിൻ്റെ അകത്ത് ചില വരകളാണ്. അതിൻ്റെ ആംഗിളും എല്ലാം അനുസരിച്ചാണ് നമ്മളെ കണ്ണിൻ്റെ സ്വഭാവം എല്ലാം വരുന്നത്. വീട്ടിൻ്റെ പ്ലാന് പോലെ. അതാണ് സൂക്ഷ്മരൂപം. അപ്പോൾ സൂക്ഷ്മരൂപത്തില് അതിൻ്റെ അംഗങ്ങളെല്ലാം വരച്ചു വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിയെ സൃഷ്ടിക്കുകയാണെങ്കിൽ അതിനെ ഹിരണ്യഗർഭൻ, അതിൻ്റെ ആ ചെറിയ അംശം ആദ്യം ഭാവനയിൽ പ്ലാനിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഭാവനയിൽ സൃഷ്ടിച്ചെടുത്തു. ഈ അർത്ഥത്തിൽ വേണാണ്. പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോഴും നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ ലോകങ്ങളും ഇങ്ങനെ പലതായിട്ട് സൃഷ്ടിച്ചു. അതുണ്ടാക്കുമ്പോഴും അവിടെയും ഹിരണ്യഗർഭൻ അവിടെയാണ് ഉപയോഗിക്കുക. ആദ്യം സങ്കല്പത്തില് ഒരു പ്ലാൻ ഉണ്ടാക്കി, എങ്ങനെയെല്ലാം പ്രപഞ്ചം ഉണ്ടാക്കണമെന്ന്. പിന്നെ ജീവജാലങ്ങൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഒരു ജനിതക ഘടനയുടെ പ്ലാൻ ഉണ്ടാക്കിയിട്ട് ആ പ്ലാനിലൂടെയാണ് ജീവജാലങ്ങളെ സൃഷ്ടിച്ചു വരുന്നത്.
അതാണ് പ്രതിമ പോലെയാക്കി എന്ന് പറഞ്ഞത്. പ്രതിമ എന്ന് പറഞ്ഞാല് ഒരു വീട്ടിന്റെ പ്ലാന് പ്രതിമ പോലെയാണ്, സ്ഥിരമായിട്ടുള്ള ഒന്നാണ്, വരയാണ്, വീടല്ല, അത് വീടായിട്ട് ആക്ട് ആകുന്നില്ല. അപ്പൊ അത്തരത്തിൽ ഉണ്ടാക്കി. ഇങ്ങനെ 4 പറയാണ്, ഇങ്ങനെ ഹിരണ്യഗർഭ പുരുഷനെ സൃഷ്ടിച്ചു, അതിൻ്റെ അംഗോഭാഗങ്ങളെ സങ്കല്പിച്ച് തപസ് ചെയ്തു. അവിടെയാണ് പറയുന്നത് അംഗോഭാഗങ്ങളെ സങ്കല്പിച്ച് തപസ് ചെയ്തു. അപ്പൊ സങ്കല്പത്തിലാണ് ഇന്ന അവയവമുള്ള ഒരു പ്രമോദിനെ സൃഷ്ടിക്കണ്ടെങ്കില് അതിന്റെ ജനിതക ഘടന ഇങ്ങനെ ആറ്റങ്ങളെല്ലാം ഇങ്ങനെ യോജിപ്പിച്ചിട്ടുള്ള ഒരു ജനിതക ഘടന ഭാവനയിൽ സങ്കല്പിച്ചിട്ട് തപസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ഒരു ലക്ഷ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അത് ശ്രമിച്ചു. അപ്പൊ ഒരു പ്ലാനായി. അതിനാണ് പരമാത്മാവ് അല്ലെങ്കിൽ നമ്മളെ ജീവാത്മാവ് എന്നെല്ലാം പറയുന്നത്. നമ്മളെ കാര്യത്തിൽ ജീവാത്മാവ്, പ്രപഞ്ചത്തിന്റെ കാര്യത്തിൽ പരമാത്മാവ് എന്ന പ്ലാൻ. എന്നിട്ട് അത് തപസ് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ വളർത്താൻ വേണ്ടിയിട്ട് ആ പ്ലാൻ അനുസരിച്ച് വളരുക. നമ്മളൊരു വീട് വരക്കുമ്പോൾ ആദ്യം ഒരു പ്ലാൻ വരക്കും, പിന്നെ ആ പ്ലാനിനെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ സൃഷ്ടി നടത്തുക. തപസ്സാണ്. എന്ത് കെട്ടുമ്പോഴും പ്ലാനിൽ നോക്കിയിട്ടാണ് കെട്ടുക. നമ്മളിപ്പം പാചകം ചെയ്യുമ്പോൾ ഒരു കുറിപ്പടി ഉണ്ടാവുമല്ലോ, ആദ്യം വെള്ളം എടുക്കുക, ചൂടാക്കുക, എന്നിട്ട് മറ്റേ ഇടുക എന്നെല്ലാം പറയുന്ന മാതിരി അതിൽ തന്നെ ശ്രദ്ധിച്ചിട്ടാണ് പിന്നെ നമ്മൾ ചെയ്യുക. അതാണ് തപസ്. അപ്പൊ അതിനെ സങ്കല്പിച്ച് തപസ് ചെയ്തപ്പോൾ അതിലെന്തുണ്ട്, അതിൽ നിന്നും പൊട്ടിയിട്ട് മുഖവും വായയും വന്നു. മുഖവും വായയും വന്നു എന്ന് പറഞ്ഞാൽ ഇത് എന്ന് പറയുന്നത് ഈ അർത്ഥത്തിൽ എടുക്കണ്ട. വായ എന്താണ്, ചില വസ്തുക്കളെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സൃഷ്ടി നടത്തുക. നേരത്തെ വീട്ടിന്റെ പ്ലാന് പറയുമ്പോൾ തന്നെ ആ വീടിന്റെ പ്ലാന് വീടായി മാറുമ്പോൾ ആദ്യം എന്താ വരിക, വായയാണ് വരിക. എന്താണ് വീട് നിർമ്മിക്കുന്നതിൽ വായ? മതിലിൽ ഒരു ഗേറ്റ് ഉണ്ടാവും, അതാണ് വായ. ആ വായയിലൂടെയാണ് ആ വീട് നിർമ്മിക്കേണ്ട വസ്തുക്കളെല്ലാം കയറി വരുന്നത്. അതുപോലെ നമ്മളെ ശരീരം ജനിക്കണ്ടെങ്കിലും വായ വേണം. വായയിലൂടെയാണ് നമ്മളെ ശരീരം ജനിക്കുന്നത്. അപ്പൊ അവിടെ വായ എന്നതിന് എല്ലാ മെറ്റീരിയൽസിനെ, അതിനെ സൃഷ്ടിക്കേണ്ട മെറ്റീരിയൽസിനെ ഒത്തുകൂടി എടുത്തുകൊണ്ട് സൃഷ്ടി ഡെവലപ്പാകാനുള്ള ആ ഒരു എൻട്രൻസിനാണ് വായ എന്ന് പറയുന്നത്. നമ്മളെ കാര്യത്തിലും വായ തന്നെ ആകാം. അപ്പം വായ വന്നു. മുഖത്തു നിന്നും വാക്കിന്ദ്രിയം, അതിൽ നിന്നും അതിൻ്റെ അധിഷ്ഠാന ദേവതയായ അഗ്നിയും ഉണ്ടായി. അപ്പൊ വായ വന്നു എന്ന് പറഞ്ഞാല് വായയിലോട്ട് എന്താണ് വരുന്നത്, അതിൻ്റെ അടിസ്ഥാന വാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ശബ്ദം, ഊർജം. ഇപ്പൊ ഊർജമാണ് ആദ്യം പ്രവഹിച്ചത്. ഊർജം എന്ന് പറഞ്ഞാൽ എന്താണ്, എനർജി. അതാണ് അഗ്നി വന്നു. അപ്പൊ എന്തും ഒന്നിനെ വേറൊന്നാക്കി മാറ്റണ്ടെങ്കില് വസ്തു വരണം. നമ്മള് ചോറുണ്ടാക്കാനാണെങ്കിലും പാത്രത്തിന്റെ വായ തുറന്നു വെച്ചിരിക്കുകയാണ്, അതിൻ്റെ അകത്ത് അരിയും വെള്ളമെല്ലാം ഇടും. അരിനെ ചോറാക്കാനല്ല, പാത്രം വായ തുറന്നു വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്ത് അരിയും വെള്ളം ഇടും. വീട് വെക്കാനങ്ങ് വീട്ടിന്റെ വാതിൽ തുറന്നിട്ട് അതിലൂടെ സാധനങ്ങളെ കടത്തി വിടുക. എന്നിട്ട് ഊർജം വേണം. ഊർജം ഉണ്ടെങ്കിലല്ലേ അടിയിൽ അഗ്നി കൊടുക്കും. അതുപോലെ അതിൽ നിന്നും അഗ്നി ഉത്ഭവിച്ചു. അപ്പം ഊർജത്തിന്റെ സഹായത്താലാണ് നമ്മളെ ശരീരത്തിലും ആ ജനിതക ഘടനയില് അണ്ടത്തിൽ നിന്ന് ഊർജം ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നെ വസ്തുക്കളെ എടുക്കുക എന്നാണ് വായയല്ലേ, എടുത്തുകൊണ്ട് അഗ്നി ഉപയോഗിച്ചിട്ടാണ് അത് വളരാൻ തുടങ്ങിയത്. പിന്നെ 2 മൂക്കിന്റെ ദ്വാരം വന്നു, അതിലൂടെ പ്രാണവായു കടന്നു. നമ്മളെ പാത്രത്തിലും അഗ്നി വന്നാല് പിന്നെ അടുപ്പിന്റെ കല്ല് 3 അകത്തി വെച്ചിട്ടുണ്ട്, അതിലൂടെ വായു കടന്നാൽ ഇലയിലെ നമ്മൾ ഊതിക്കൊടുക്കുന്ന. ചോറ് വേണ്ടെങ്കില് അഗ്നി മാത്രം മതിയോ, എന്ത് വേണം, അതിന് വായു വേണം, ഊതിക്കൊടുക്കും. നമ്മളെ ശരീരത്തിലും വായുവാണ് നമ്മളെ യജ്ഞത്തിന്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്ന ഓക്സിജൻ.
അപ്പം മൂക്കിലോട്ട് 2 ദ്വാരം വന്നു, ഓക്സിജൻ എടുത്തു, ശരീരം ഡെവലപ്പ് ആകാൻ തുടങ്ങിയാണ്. എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഒരു തത്വം തന്നെയാണ്. അങ്ങനെയാണ് വായു ദേവതയുണ്ടായത്. ആ വായു ഉണ്ടായപ്പോൾ അശ്വനീകുമാരന്മാരും വന്നു. അശ്വനീകുമാരന്മാരാണ് എന്താണെന്ന് നമുക്കറിയാം, അത് ബലങ്ങളാണ്. അപ്പം ഊർജം കിട്ടുമ്പോഴാണ് ശക്തി, ബലം കിട്ടുന്നത്. ബലം ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നെ എല്ലാം മുറിക്കുകയും തറയ്ക്കുകയും എല്ലാം ചെയ്യുന്നത്. ശരീരത്തിലും പല വസ്തുക്കളും കൂട്ടിച്ചേർക്കുകയും കിഴിക്കുകയും എല്ലാം ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പൊ അവിടെ ബലമാണ് വരുന്നത്. അപ്പൊ അഗ്നി വരുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ബലങ്ങളും വന്നു. പിന്നെ 2 കണ്ണുകൾ ഉണ്ടായി. അതിൽ നിന്നും അതിന്റെ അടിസ്ഥാന ദേവതയായ സൂര്യനും ഉണ്ടായി. ബാഹ്യലോകവുമായിട്ട് പിന്നെ ബന്ധപ്പെടുകയാണ്. നമ്മളെ ശരീരത്തിലും കണ്ണുണ്ട്. വീട്ടുപണി അടക്കുന്നതൊക്കെ സാധനമെല്ലാം വന്നു കഴിഞ്ഞാലും പിന്നെ കണ്ണിൽ നോക്കിയിട്ട് വേണം സാധനങ്ങൾ എടുത്തിട്ട് ഓരോരുത്തിലേക്ക് വെക്കാൻ. കണ്ണാണ് പിന്നെ പ്രധാനം. അതിന്റെ കാരകത്വം സൂര്യനും ഉണ്ടായി. അപ്പൊ സൂര്യൻ നേരത്തെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്രപഞ്ചം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം പിന്നെ പറയുന്നു സൂര്യൻ ആദ്യം ഉണ്ടായിരുന്നു. സൂര്യൻ ഉണ്ടായി എന്നല്ല, അവിടെ സൂര്യൻ എന്താണ്? നമ്മളെ കണ്ണുകളെ പ്രവർത്തിക്കുന്നതിന്റെ പിന്നിലുള്ള ശക്തി വിശേഷം, നമ്മളെ കണ്ണിന്റെ പ്രവർത്തനം നോക്കി കണ്ടെത്തുന്ന അതിൻ്റെ കാരകത്വം സൂര്യന് കൊടുത്തു. സൂര്യൻ ഏറ്റെടുത്തു. അന്തരീക്ഷത്തിലെ വായുവാണ് നമ്മളെ സൃഷ്ടിക്ക് ആസ്ഥാനം ഏറ്റെടുത്തത്. അന്തരീക്ഷത്തിലെ അഗ്നി തന്നെയാണ് ഇവിടെ ആക്ട് ചെയ്തത്. ഇപ്പോൾ സൂര്യൻ കാഴ്ചശക്തി നൽകിയിട്ട് കാഴ്ചയിലൂടെയാണ് എല്ലാത്തിൻ്റെയും ബാക്കി കർമ്മങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. അല്ലാതെ സൂര്യൻ നേരത്തെ ഗ്രഹങ്ങൾ ഉണ്ടായ പറഞ്ഞല്ലോ, പ്രപഞ്ചം ഉണ്ടായിരുന്നു. സൂര്യന് ഇതിൻ്റെ എല്ലാം നേതൃത്വം കൊടുത്തു. അതിനുശേഷം 2 ചെവികളുടെ ദ്വാരമുണ്ടായി. അതിലൂടെ ദിക്കുകൾ ഉത്ഭവിച്ചു. ദിക്കുകൾ എന്ന് പറഞ്ഞാല് ഇത് പടത്തിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ജനിതക ഘടന എന്ന് പറഞ്ഞാൽ ഒരു പടം വരച്ച മാതിരിയുള്ള സാധനമാണ്. അത് പിന്നെ 4 ദിക്കുകളിലേക്കും വളരുമ്പോഴാണ് ഈ ശരീര രൂപത്തിലാകുന്നത്. നമ്മളെ പ്ലാന് പേപ്പറിലാണുള്ളത്, പ്രതലത്തിലാണ്. പക്ഷെ അത് വളരുമ്പോഴാണ് ദിക്കുകളിലേക്ക് ഇങ്ങനെ വികസിച്ച് വരുന്നത്. എല്ലാ ദിക്കിലും XYZ. അതുവരെ പ്ലാന് ഒരു പേപ്പറിന്റെ പ്രതലത്തിലാണ്, ഇല്ലേ നമ്മളെ മനസ്സിലാണ്. പിന്നെയാണത് 3D പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നത്. അതിൽ നിന്നും ദിക്കുകൾ ഉത്ഭവിച്ചു. പിന്നെ ത്വക്കുണ്ടായി. ത്വക്ക് എന്ന് പറയുന്നത് അതിനൊരു ബൗണ്ടറി ഉണ്ടാവുന്നു. മനുഷ്യനാണെങ്കിലും മനുഷ്യനൊരു ബൗണ്ടറി തീരുമാനിക്കുന്നതാണ് ത്വക്ക്. ഈ വളർന്നു വരുമ്പോൾ ഇതങ്ങ് പുറത്ത് തെറിച്ചു പോകാറില്ല. ഇപ്പൊ മാംസം ഇങ്ങനെ വരുമ്പോൾ അതിനെ പുറത്ത് തെറിച്ചു പോകാറില്ല. അതുകൊണ്ട് ഒരു ത്വക്കിട്ടിട്ട് ത്വക്ക് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ആ ത്വക്കില് രോമങ്ങൾ ഉണ്ടായി. രോമങ്ങളിൽ നിന്ന് ഔഷധങ്ങളും വനസ്പതികളും ഉണ്ടായി. നമ്മളെ ശരീരത്തിൽ രോമങ്ങൾ ഉണ്ടായതാണെങ്കിൽ പ്രകൃതിയിൽ ആ രോമങ്ങൾക്ക് സമാനമാണ് ഏത്? മരങ്ങളും ഔഷധങ്ങളും. അപ്പൊ അതിൽ നിന്ന് മരങ്ങളും ഔഷധങ്ങളും ഉണ്ടായി എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങൾ ഉണ്ടാകുന്ന പോലെ തന്നെ പാരലായിട്ട് എന്തുണ്ടായിട്ടുണ്ട്? സസ്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. സസ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ജീവജാലങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ടാണ്, അല്ലാതെ ശരീരത്തിൽ രോമത്തിൽ നിന്ന് മറ്റേ ചെടിയോ ഔഷധമോ ഒന്നും മുളച്ചെന്ന് അർത്ഥം എടുക്കരുത്, പൊതുവായിട്ട് പറയുകയാണ്. അങ്ങനെ വനസ്പതികളും ഔഷധങ്ങളും വനസ്പതികളുമെല്ലാം ഉണ്ടായി. പിന്നെ ഹൃദയമുണ്ടായി. അപ്പൊ ശരീരത്തിന്റെ ബോഡി പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചിട്ട് പിന്നെ ഹൃദയം വെച്ചിട്ട് ഹൃദയത്തിൽ നിന്നാണ് എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുക. അപ്പൊ ഹൃദയം പിന്നീടാണ് വെക്കുന്നത്. നമ്മൾ സോഫ്റ്റ്വെയർ പിന്നെയാണ് ലോഡ് ചെയ്യുക. ആദ്യം കമ്പ്യൂട്ടർ ഉണ്ടാക്കും, പിന്നെയാണ് അതിൻ്റെ അകത്ത് സോഫ്റ്റ്വെയർ ലോഡ് ചെയ്യുക. അതുവരെ ഹൃദയമുണ്ടായി. അതിൽ നിന്നാണ് മനസ്സും അതിൻ്റെ അടിസ്ഥാന ദേവതയായ ചന്ദ്രനും ഉണ്ടായത്. ഹൃദയത്തിൽ നിന്നുള്ള നാഡികള്
ബ്രെയിനുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് ഞാൻ എന്ന ചിന്തയും മനസ്സും ഉണ്ടാകുന്നത്. അപ്പോൾ ഹൃദയമുണ്ടായി, അതിലുള്ള നാഡികളിലൂടെ സിഗ്നൽ സിസ്റ്റം സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്ന ചിന്താഗതി ഉണ്ടാകും. എന്തുണ്ടാകും? മനസ്സ് ഉത്ഭവിക്കും. അതിൻ്റെ അടിസ്ഥാന ദേവത ചന്ദ്രനാണ് എന്ന് പറഞ്ഞാൽ അതിനെ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്ക് കൊടുത്തു? മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ചന്ദ്രനും കൊടുത്തു. അപ്പം ചന്ദ്രനും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളായിട്ട് അവിടെ വരികയാണ്. അതിനുശേഷം നാഭി ഉണ്ടായി, നാഭിയിൽ നിന്നും അപാനവായു ഉണ്ടായി. അപ്പം നാഭി, അപാനവായു എന്ന് പറഞ്ഞാൽ ദഹന പ്രക്രിയകളെല്ലാം ഉണ്ടാക്കേണ്ട ഭാഗങ്ങൾ. പിന്നെ ശരീരത്തിന് വേണ്ട എല്ലാത്തിനും ഊർജ്ജം കൊടുക്കണ്ടല്ലോ. കണ്ണു മൂക്കെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ നാഭി വേണം. ആ നാഭിയിൽ നിന്ന് അപാനവായു, നാഡികൾ, ചില നാഡികളിലൂടെയുള്ള സിഗ്നൽ അത് ഹൃദയത്തിൽ നിന്നാണ് ആക്ട് ചെയ്യുന്നത്. അത് നാഡികളിലൂടെ ദഹിക്കുന്നതിന്, ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നുള്ള അടുക്കള, അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ഏറ്റെടുത്ത വായുവിനാണ്, അല്ലെങ്കിൽ സിഗ്നൽ സിസ്റ്റത്തിനാണ്. നമ്മളെ നാഡികളിലൂടെ ആക്ട് ചെയ്യുന്ന സിഗ്നൽ സിസ്റ്റത്തിനാണ് അപാനവായു ഉണ്ടായത്. അതിൽ നിന്നും ഗുദേന്ദ്രിയങ്ങളും അതിൻ്റെ അധിഷ്ഠാന ദേവതയായ മൃത്യുദേവനും ഉണ്ടായി. മൃത്യു എന്ന് പറയുന്നത്, മരണം എന്ന് പറയുന്നത് വെളിയിൽ കളയുന്നതാണ്. അതുകൊണ്ടാണ് അതിനെ മരണദേവതയായിട്ട് ശനിയായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ളത്. അതിനെ ശനി ഗ്രഹവുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്ന അവയവത്തിന്റെ പ്രവർത്തനങ്ങളെ. അപ്പം നാഭിയിലൂടെ ഗുദേന്ദ്രിയങ്ങളും എല്ലാം ഉണ്ടായി. പിന്നെ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്ന അവയവം, പ്രിപ്പയർ ചെയ്തിട്ട് വേണ്ടാതെ വേസ്റ്റ് കളയേണ്ട ഭാഗങ്ങളെല്ലാം അതോടുകൂടി ഉണ്ടായി. അതിൻ്റെ എല്ലാം ഉത്തരവാദിത്തം ഈ നാഡീവ്യൂഹത്തിനാണ്. അതിനാണ് അപാനവായു എന്ന് പറയുന്നത്. പിന്നെ ലിംഗം പ്രത്യക്ഷമായി. എന്തിനു വേണ്ടിയിട്ട്? വേറൊരു കുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ഭാവിയിൽ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ലിംഗം പ്രത്യക്ഷമായി. അതിൽ നിന്ന് വീര്യവും ജലവും ഉണ്ടായി. വീര്യവും ജലവും ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് പ്രപഞ്ചം. ആ ജലത്തിൽ ആ നിലയിൽ എടുക്കരുത്. അത് ദ്രവരൂപത്തിലാണ്. അതിൽ ആ ജലത്തിലാണ് എന്തുള്ളത്? ജലം എന്ന് പറയുന്ന ദ്രവരൂപത്തിലുള്ള എന്തുവാണ്? അതിലാണ് അടുത്ത കുട്ടിക്ക് വേണ്ട ബീജമെല്ലാം അതിൽ നിന്നാണ് വരുന്നത്. എന്നിട്ടോ അതിൽ നിന്നാണ്. അപ്പം പ്രജാപതിമാരെല്ലാം ഇതിൻ്റെ ദേവതകളാണ്. സൃഷ്ടികർമ്മം ഏതിൽ നിന്നാണ്? ആ ലിംഗത്തിൽ നിന്നാണ്. പുതിയ പ്രജകളെ സൃഷ്ടിക്കുക, എന്നിട്ട് ആവശ്യത്തിനുള്ള പ്രജകൾ ഈ ലോകത്തിൽ വേണമല്ലോ. പല ജോലികൾ ചെയ്യാൻ വേണ്ടിയുള്ള പലതരം പ്രജകളെല്ലാം ഉണ്ടാകണം. അതിൻ്റെ അധിപത പ്രജാപതിയാണ്. സൃഷ്ടിയിൽ പ്രജാപതിക്കാണല്ലോ അതിൻ്റെ കർമ്മം. അപ്പം ആ പ്രജാപതി എന്ന ശക്തിവിശേഷമാണ് ഈ ലിംഗത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളെയെല്ലാം ഏകോപിപ്പിക്കുന്നത് എന്നർത്ഥം. അപ്പം മനസ്സിനെ ചന്ദ്രനും കൊടുത്തു, സൂര്യനെ കാഴ്ച ഇതെല്ലാം സൂര്യന് കൊടുത്തു. അതുപോലെ തന്നെ പ്രജാപതി എന്ന ആ ശക്തിവിശേഷത്തിനാണ് നമ്മുടെ കുട്ടികളെല്ലാം ഉണ്ടാകുന്നതിൻ്റെ എല്ലാം കർമ്മം കൊടുത്തിരിക്കുന്നത്. അതിലൂടെയാണ് പ്രജകളിങ്ങനെ വർദ്ധിച്ച് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു സൃഷ്ടിയുടെ ഏകദേശ രൂപം ഒരു പ്രത്യേക രൂപത്തിൽ ഈ ഒന്നാമത്തെ ഖണ്ഡത്തിൽ പറഞ്ഞു വച്ചിരിക്കുകയാണ്. നമ്മൾ സാധാരണ ഉപനിഷത്ത് പഠിക്കുമ്പം പറയുക എല്ലാ ഉപനിഷത്തും പഠിക്കണ്ട, ഏതെങ്കിലും 2-3 പഠിച്ച. എല്ലാ ഉപനിഷത്തും പ്രത്യേക തരത്തിൽ ഓരോ വിഷയങ്ങൾ എടുത്തെടുത്ത് വ്യാഖ്യാനിച്ചതാണ്. അല്ലാതെ ഒരു 2-3 ഉപനിഷത്ത് എടുത്തിട്ട് ബാക്കിയെല്ലാം അതാണെന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. കാരണം ഇതിൻ്റെ അകത്തുള്ള എന്താണെന്ന് ശരിക്ക് മനസ്സിലാക്കാത്തതുകൊണ്ട്. ഇതെവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മളിത് 61ാമത്തെ ഉപനിഷത്താണ്. ഈ തരത്തിലുള്ളൊരു വ്യാഖ്യാനം എവിടെയും കണ്ടിട്ടുണ്ടോ? അപ്പം നമ്മളെ പലതരത്തിൽ വ്യാഖ്യാനിച്ച് തന്നിട്ട് നമുക്ക് ആ പ്രപഞ്ചത്തെ പറ്റിയുള്ള ഒരു ഐഡിയ തരാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. അത് പല രൂപത്തിൽ അവർ തിരിച്ചും മറച്ചും എല്ലാം വ്യാഖ്യാനിച്ച് തരികയാണ്. ഈ തരത്തിലല്ല സൃഷ്ടിക്രമം വേറെടത്തിൽ വിവരിച്ചിരിക്കുക. ഇതൊരു പ്രത്യേക തരത്തിലുള്ള വ്യാഖ്യാനം.